ഹായ് പറയൂ. നമ്മൾ എവിടെയാണ് ഇത് റാഫി റെസ്റ്റോറൻറ്റ് ഹോട്ടലാണ്. റെസ്റ്റോറൻറ്റ്. നമ്മൾ റാഫി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരിക്കലും വിളിച്ചാൽ വരില്ല. അങ്ങനെ ഇന്ന് പിടിച്ചു കെട്ടി കള്ളം പറഞ്ഞു കൊണ്ടുവന്നു. അങ്ങനെ ഇന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റി അല്ലേ? അങ്ങനെ പിന്നെ പറഞ്ഞ് ഞാൻ വേറൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാണ് വന്നപ്പോഴേ പറഞ്ഞ് എനിക്ക് മന്തി വാങ്ങി തരണോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മണി 7:30 രാത്രി. പിന്നെ ഇനി മന്തി വാങ്ങിച്ചു കൊടുത്ത് എന്തായാലും പാവം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പാവമല്ലേ. അങ്ങനെ നമ്മൾ അൽഫാം മന്തിക്ക് ഓർഡർ ചെയ്ത്. എനിക്ക് വേണ്ട, എനിക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും ഞണ്ണിയാലേ എനിക്ക് ശരിയാവും. അതുകൊണ്ട് അവർ രണ്ടുപേരും ഭയങ്കര മന്തിയും കുന്തിയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ സാധാ ചോറ്, മീൻ, മരിച്ചീനി ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ചക്ക, മരിച്ചീനി, നല്ല മീൻ, അതൊക്കെയാണ്, തേങ്ങയൊക്കെ അരച്ച മീൻ, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോഴേ എന്തെങ്കിലുമൊക്കെ പറ ഇങ്ങോട്ട് പറയടാ. ഞാൻ ഒരു ബോൾ ഗ്രേപ്സ് വാങ്ങിച്ച് അതിൽ കുറച്ച് കുടിച്ചിട്ട് ബാക്കി കിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പറ ഇങ്ങോട്ട്. എന്തിങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇത് നമ്മളെ തിരുവനന്തപുരം ഭാഷ. തിരുവനന്തപുരം ഭാഷയല്ല, കളിയിക്കാവിള തിരുവനന്തപുരം ഭാഷയാണ് ഇത്, അല്ലാതെ തിരുവനന്തപുരം ഭാഷയാണ്. കൊള്ളാം കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇറാനിയിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. കൊള്ളാം, സംഭവം സെറ്റാണ്. കാണിച്ചു തരാവേ. ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതിങ്ങനെ തന്നെ ഇടക്കിടയ്ക്ക് അടിപൊളി. നമ്മൾ സീറ്റൊക്കെ നോക്കി നോക്കും. ഇങ്ങനെ കുഴപ്പനായിട്ട് ഇങ്ങനെ കയറിയിട്ട് കിടക്കാം. അടിപൊളി. വേറെ ഹൈ ലെവൽ കേട്ടോ. സെറ്റപ്പ് തന്നെ. സെറ്റപ്പിനനുസരിച്ച് ഇതും കൊടുക്കണേ, അത് വേറെ കാര്യം. ഇവിടെ നമുക്ക് ഇതുവരെയും കൊണ്ടുവന്നില്ല. ഇവിടെ താമസിക്കുമോ? പിന്നെ ചോദിക്കേണ്ടി കൊള്ളാം കേട്ടോ. പിന്നെ കുറേ നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. പിന്നെ സമയം 7:30 ആയതുകൊണ്ട് പോകണമെന്നുള്ളത് നമുക്ക് 9255 കുട്ടിയുടെ ഇതായിരിക്കുന്ന കുട്ടിയുടെ ആ കുട്ടിയെ കൂടെ കാണിച്ചു. ഭയങ്കര നാണക്കാരനാ ആള്, ഭയങ്കര നാണക്കാരനാ. ഈ കുട്ടിയുടെ എക്സ്റേ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നാളെ വാങ്ങി നാളെ വൈകുന്നേരം കാണിക്കാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ. ടെമ്പേർഡ് ഞാൻ ഇടയ്ക്ക് കളിക്കും. തുടങ്ങിയതേ ഉള്ളൂ. അത് റീല് കണ്ടിട്ടെടുത്തത്. ഗെയിം റീല് കണ്ടിട്ടെടുത്താണ്. എനിക്ക് അറിഞ്ഞൂടാ കളിക്കാൻ. കൊണ്ടുവച്ച് കേട്ടാ. കുറച്ച് ചോറൊക്കെ കുറച്ചേ ഉള്ളൂ ഇല്ലേ? ചോറൊക്കെ കുറച്ചേ ഉള്ളൂ. കൊണ്ടുവച്ച് കേട്ടാ. പക്ഷെ ചോറൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടാ. കാഫ് വാങ്ങിച്ചിട്ടും രണ്ട് ചിറകാ കോഴിയുടെ. കോഴി 2 ചിറകാ ഇത്. കോഴി 2 ചിറകുന്നത്. ചിറകേ ഉള്ളൂ കാര്യം.
ആൻറ്റി ആൻറ്റിയെ വിളിക്കും. എന്ത് എനിക്ക് വേണ്ട വേണ്ട. അങ്ങനെ ചേച്ചിൻ്റെ ഓണം കഴിച്ചിട്ട് കണ്ടിട്ട് പൈസ ഇല്ല. അവൾക്ക് മതിയൊന്നും. അപ്പം നീ കഴിച്ചോ ബാക്കി. അവൻ്റെ മുഖം എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബ്ലർ ചെയ്യും കേട്ടോ അവൻ്റെ മുഖം എടുക്കരുതെന്ന് പറഞ്ഞു. അവന് ഭയങ്കര നാണമൊന്നും. അതുകൊണ്ട് അവൻ്റെ മുഖം നമ്മൾ ബ്ലർ. ആ വായിൽ വെച്ച് ഞാൻ ക്യാരറ്റ് കഴിക്കും. അവ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരന്മാരോടെയൊക്കെ. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഞാനും വിളിച്ചു. ഇത്ര വട്ടം. +2 കഴിഞ്ഞ് IT-യിലല്ലേ നീ? +2 കഴിഞ്ഞ് IT-യിൽ പഠിക്കുന്ന ആളാണ്. 18 വയസ്സായി. പിച്ചുവിൻ്റെ അനിയെ. ആരെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും നിങ്ങൾ, കളയാതെ. വേസ്റ്റ് ചെയ്യരുത്, അത്രയേ ഉള്ളൂ. അപ്പം മൊബൈലിൽ വിളി വരും, എവിടെ എത്തി, ആരെന്നറിഞ്ഞൂടെ? ഇല്ല വിളിക്കൂലേ? അത് തന്നെ. ഇനി അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം. കൊണ്ട് ഇറങ്ങി കേട്ടാ, ഇറങ്ങി ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നിൽക്കുക, ഇവിടെ നിൽക്കാം തിച്ചു, ഇവിടെ നിൽക്കാം. എന്നിട്ട് ഏതെങ്കിലും ഓട്ടോ വരണമെന്ന് നോക്ക്. ഇവിടെ ഏതെങ്കിലും ഓട്ടോ വരുന്നോ എന്ന് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഏതെങ്കിലും ഓട്ടോ വരുമ്പോൾ അതിൽ കയറി പോകണം. ഓക്കെ. അത് ചീത്തയായിരുന്നു, സത്യമായിട്ടും ചീത്തയായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് വഴക്കം കിട്ടി. എന്നെ ഇങ്ങനെ പറ്റിക്കാമുള്ളതായിരുന്നു. ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നവരെ മോള് പറയട്ട് ആന്റി പറ്റിച്ചത് മോളെ എന്റെ അമ്മ കള്ളത്തനായിട്ട് പറയുന്നു. എന്റെ പിള്ള പറഞ്ഞത് എന്താ? എന്റെ പിള്ള പറയണത് എന്താ? എന്റെ പിള്ള പറയണത് അമ്മ കള്ളത്തനാണ് പറയുന്നത്. കൊള്ളായിരുന്നു. എന്തോ മീനുണ്ടായിരുന്നു? എല്ലാ മീനും അനിയത്തി പറഞ്ഞില്ലേ? പിന്നെ അന്നാളെനിക്ക് മീൻ മുട്ട കൊണ്ടുവന്നത് ആര്? മീൻ മുട്ട അന്ന് കൊണ്ടുവന്നത് അതിന് അനിയത്തിയല്ലേ? അതിപ്പോൾ വരില്ലേ? അങ്ങില്ല അങ്ങനെയൊക്കെ മീൻ മുട്ട എല്ലാം വാരി വാരി വെച്ച് തന്നെ. അതുകൊണ്ടാണ് എനിക്ക് ആൻറ്റിയോട് സ്നേഹമുള്ളത്. ഞാൻ വന്ന് വാങ്ങിച്ചത്. ആൻറ്റി എന്നെ പറയും വേറെ കഴിക്കുന്ന മീൻ അപ്പം ഞാൻ ആൻറ്റി പറ്റിക്കില്ല.
മീൻ വാങ്ങാൻ വന്നിട്ട് പോവുകയാണ്. ആശുപത്രിയിൽ നിന്ന് നേരത്തെ വന്നിട്ട് മീൻ വാങ്ങിക്കാൻ വന്നു. നാളത്തേക്കുള്ള മീൻ വൈകുന്നേരം നെയ്യാറ്റിൻകരയിൽ നിന്ന് വൈകുന്നേരം കിട്ടും മീൻ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ കടയിൽ പോയി കടയിൽ അടച്ചിട്ട് മീൻ വാങ്ങിക്കാൻ വന്നിട്ട് തിരിച്ചു പോകണം മീൻ. അപ്പോൾ നമ്മൾ അവനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അവന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അവൻ ഇവിടുന്ന് പോയപ്പോഴേ പറഞ്ഞു കുഴിമന്തി വാങ്ങി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് കേട്ടോ. അവനെ കള്ളം പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എത്ര പറഞ്ഞിട്ടും അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോകില്ല. ഒടുക്കം ഞാനാണെങ്കിൽ പറഞ്ഞ് നിനക്ക് കുഴിമന്തിയൊക്കെ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സോപ്പിട്ട് ഉറക്കിയൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല, അല്ലാതെയാണ് കൊണ്ടുപോയത് വേറൊരു സ്ഥലത്തെന്ന് പറഞ്ഞു. എന്നിട്ടാണെങ്കിൽ അകത്ത് വരെ ഞാൻ ഓട്ടോയിൽ കൊണ്ടുപോയി. അവിടെ പിന്നെ ഓടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ. കാണിച്ച് പിന്നെ ഞാനാണെങ്കിൽ വൈകുന്നേരത്തെ നാളത്തേക്കുള്ള മീനൊക്കെ വൈകുന്നേരം രാത്രിയാണേ പോയി വാങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി മീനൊക്കെ വാങ്ങിയിട്ട് മീൻ വാങ്ങിയപ്പോഴത്തേക്ക് മീൻ തരുന്ന ആൻറ്റിയും ഞാനുമായിട്ട് സംസാരിച്ചത്. ആൻറ്റിയുടെ ഒരു ദിവസം ഞാൻ ഞണ്ട് വാങ്ങിയായിരുന്നേ. അപ്പോൾ വാങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ അത് ചീത്തയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് ആൻറ്റി ഒരു വിധത്തിലും സമ്മതിക്കില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, അവർ തന്നത് അവർ ചീത്തയാണെന്ന് പറഞ്ഞ് സമ്മതിക്കില്ലല്ലോ. ഞാൻ സ്ഥിരം അവരോടെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒന്ന് മേലൊക്കെ കഴുകി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.